ദൈവം എല്ലാ കാലങ്ങളിലും അടയാളങ്ങളും അത്ഭുതങ്ങളും മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളും മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഒപ്പം ഒരു മാനസാന്തരത്തിനുള്ള ആഹ്വാനം കൂടിയാണ്. ഞാൻ ഇന്നായിരിക്കുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ നാട്ടിലാണ്. നമ്മുടെ കേരളത്തിലെ ക്രൈസ്റ്റ് കിങ് ചർച്ച് വിളക്കന്നൂരിലാണ് ഞാനായിരിക്കുന്നത്. 12 വർഷങ്ങൾക്ക് മുമ്പ് ദിവ്യകാരുണ്യ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച ഒരിടത്ത്. ഇന്നേക്ക് 1 വർഷം തികയാണ് ആ ഒരു അടയാളത്തെ ഒരു അസാധാരണ സംഭവമായിട്ട് കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ട്. നമുക്ക് ആ ദേവാലയത്തിലേക്ക് ഇന്ന് പോകാം, ഈശോയെന്ന് കാണാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിലൊരു 100 അത്ഭുതങ്ങൾ മാത്രമാണ് സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരു അത്ഭുതമാണ് വിളക്കന്നൂരിലെ ക്രൈസ്റ്റ് കിങ് ചർച്ചിൽ നടന്നത്. നമ്മൾ ആ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഈശോയുടെ അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്തിട്ട് നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പോകാം. നവംബർ മാസം 15-ാം തീയതി വിശുദ്ധ കുർബാന മധ്യയാണ് ഇവിടെ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ മുഖച്ഛായ പതിഞ്ഞത്. തോമസ് പതിക്കൽ എന്ന് പറയുന്ന അച്ഛൻ കൂദാശ വചന പ്രാർത്ഥനയുടെ സമയത്ത് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് ഈ അൾത്താരയിൽ വെച്ച് പറഞ്ഞപ്പോഴാണ്, അതിനുശേഷം അച്ഛൻ മുഖം ഉയർത്തി നോക്കിയപ്പോഴാണ് ആ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ മുഖം അച്ഛന് ദർശിക്കാനായിട്ട് സാധിച്ചു. അന്ന് 12 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വൈദികൻ അത് എല്ലാവർക്കും കാണുവാനായിട്ട് പൊതുദർശനത്തിന് വെച്ചു. അന്ന് ആയിരക്കണക്കിന് ആളുകൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ പള്ളിയിലേക്ക് തടിച്ചുകൂടി എന്താണ് ഈ വിശുദ്ധ കുർബാനയിലുള്ളത് എന്ന് കാണാനായിട്ട്. അതിനുശേഷം അന്നത്തെ ആർച്ച് ബിഷപ്പ് ജോർജ് വലിയമറ്റം പിതാവ് അത് ആർച്ച് ബിഷപ്സ് ഹൗസിലേക്ക് മാറ്റുകയും അതിനുശേഷം ഒരു ഡോക്ടറൽ കമ്മീഷൻ പഠിക്കാനായിട്ട് വെച്ചു. അങ്ങനെ പഠനങ്ങൾക്ക് ശേഷം 2018 ഇത് റോമിലേക്ക് കൂടുതൽ പഠനങ്ങൾക്കായിട്ട്, ശാസ്ത്രീയ പഠനങ്ങൾക്കായിട്ട് ഈ ദിവ്യകാരുണ്യ ഈശോയുടെ ശരീരത്തെ അങ്ങോട്ട് അയക്കുകയുണ്ടായി. അതിനുശേഷം അവരുടെ നിർദ്ദേശപ്രകാരം ഇത് ഇന്ത്യയിൽ തന്നെ സൗകര്യമുള്ളതിനാൽ ഇവിടെ കൂടുതൽ പഠനങ്ങൾക്കായിട്ട് അവർ നിർദ്ദേശിച്ചു. അങ്ങനെ ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ പഠനങ്ങൾക്കായിട്ട് ഈ ദിവ്യകാരുണ്യ ശരീരത്തെ, ഈശോയുടെ ശരീരത്തെ അവർ അയക്കുകയുണ്ടായി. അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം 2025 മാർച്ച് മാസം 19-ാം തീയതി റോമിൽ നിന്നും പ്രഖ്യാപനം പ്രകാരമായിരുന്നു ഈശോയുടെ തിരുമുഖച്ഛായ പതിഞ്ഞ ഈ തിരുവോസ്തി അത് പുറമേ നിന്ന് ഒരു പദാർത്ഥത്തിൻ്റെ സ്വാധീനമില്ലെന്നും ഇതൊരു അസാധാരണ സംഭവമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടെ ഈ ദേവാലയത്തിൽ 2025 മെയ് മാസം 9-ാം തീയതി ഈ ദിവ്യകാരുണ്യ അടയാളം ഒരു അസാധാരണ സംഭവമാണെന്നും ഒരു അത്ഭുതമാണെന്നും തിരുസഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. അന്ന് പരിശുദ്ധ കുർബാന മധ്യയാണ് ആർച്ച് ബിഷപ്പ് അങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നത്. ഇന്നേക്ക് 1 വർഷം തികയാണ് അങ്ങനെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ട്. ഇന്നിവിടേക്ക് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈശോയുടെ ഈ തിരുമുഖച്ഛായ പതിഞ്ഞ തിരുവോസ്തി കാണാനായിട്ട് വരുന്നുണ്ട്. സ്നേഹമുള്ളവരെ,
ക്രൈസ്ത കിങ് ചർച്ച് വിളക്കന്നൂരിലെ വികാരിച്ചനായ തോമസ് അച്ഛനോടൊപ്പമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഞങ്ങൾ നമ്മുടെ വിളക്കന്നൂർ ചർച്ചിലെ ഈ ഒരു ദിവ്യകാരുണ്യ സാധാരണ സംഭവം അത്ഭുതത്തെ ഒരു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കഴിയുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ പള്ളിയിൽ ഒന്ന് പ്രാർത്ഥിക്കാനും അച്ഛനോടും ഇവിടെയുള്ള ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കാനും ഈശോയുടെ ഒരു സാന്നിധ്യത്തിൽ അറിയാനൊക്കെ ആയിട്ട് നമ്മൾ വന്നതാണ്. അച്ഛാ, ഇപ്പോഴത്തെ ഇവിടെയുള്ള ശുശ്രൂഷകൾ അല്ലെങ്കിൽ ഇവിടെ ആളുകൾ വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തെ അനുഭവങ്ങളൊക്കെ അച്ഛന് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? നമുക്ക് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ മെയ് 31-ാം തീയതി ആയിരുന്നല്ലോ ഈ ദിവ്യകാരുണ്യ അത്ഭുതം. 2013 നവംബർ 15-ന് നടന്നിരുന്നുവെങ്കിലും അത് വിവിധങ്ങളായിട്ടുള്ള അതിൻ്റെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ മെയ് 31-നാണ് ഇത് ഔദ്യോഗികമായി തിരുസഭ ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ വരുന്ന മെയ് 31-ന് 1 വർഷം പൂർത്തിയാവുകയാണ്. ഒറ്റ വാക്കിൽ അതിനെക്കുറിച്ച് ഈ 1 വർഷത്തെ അനുഭവങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുക, ഈ സ്ഥലപ്പേര് വിളക്കന്നൂർ ശരിക്കും അതിൻ്റെ പേര് അനർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന വർഷമായിരുന്നു ഇത്. കാരണം ഒരു ദേശത്തിൻ്റെ തിരുസഭയുടെ ഒരു നാടിൻ്റെ വിളക്കായി ഈ വിളക്കന്നൂർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. ഈ കഴിഞ്ഞ 1 വർഷക്കാലം ഏകദേശം 365 ദിവസങ്ങൾ പൂർത്തിയാകുവാനായിട്ട് ഈ അത്ഭുതത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം പോകുന്ന വേളയിൽ ഇവിടെ ഏകദേശം 5000-ഓളം വിശുദ്ധ ബലി അർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ കൂടുതൽ വൈദിക മേലധ്യക്ഷന്മാർ, ആത്മീയ നേതാക്കൾ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ധാരാളം വിശ്വാസി സമൂഹം ഇവിടെ ഓരോ ദിനവും വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ വലിയ പ്രാർത്ഥനകൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഉയരുകയാണ്. ഇന്നലെയും ഒരു വൈദികൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, അച്ഛാ, ഈ ദേവാലയത്തിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ എനിക്കെന്തോ വേറൊരു ഫീലിംഗ് തോന്നുകയാണ്. ഒരു ആത്മീയമായ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു പ്രചോദനം പോലെ തോന്നുകയാണ്. കാരണം ഇവിടെ ഉയർന്നു നിൽക്കുക, ഈ അന്തരീക്ഷത്തിൽ തളകം കെട്ടി നിൽക്കുക ദൈവസ്തുതികളാണ്. കാരണം നിരന്തരമായി വിശുദ്ധ ബലികൾ ഇവിടെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവജനം മുഴുവനും സ്വർഗത്തിലെ യേശയ്യ പ്രവാചകൻ കണ്ട ആ വലിയൊരു ആരാധനയുടെ സർവ്വ മാലാഖവൃന്ദങ്ങളും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി പുകഴ്ത്തുന്ന ഒരു അനുഭവം ഭൂമിയിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് വിളക്കന്നൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1 വർഷക്കാലം ഉണ്ടായ ഓരോ അനുഭവങ്ങൾ. ഇവിടെ ഈ കഴിഞ്ഞ 1 വർഷക്കാലം എനിക്ക് ഇന്ത്യക്ക് പുറത്തുനിന്ന് ധാരാളം പേര്, പ്രത്യേകിച്ച് ജർമ്മനി, സിംഗപ്പൂർ, ചൈന, ഉഗാണ്ട, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ദേശങ്ങളിൽ നിന്ന് ചെറിയ ഗ്രൂപ്പുകൾ, വലിയ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പുറമേ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ജമ്മു കാശ്മീരിൽ നിന്ന് പോലും, അങ്ങ് നോർത്ത് നിന്ന് പോലും ധാരാളം ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രത്യേകമായിട്ട് ഗോവ, മാംഗ്ലൂര് ആ സൈഡിൽ നിന്നും ദിനം പ്രതി വലിയ ഗ്രൂപ്പുകളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഒരേ സമയത്ത് തന്നെ 50ഓളം ബസ്സുകൾ നമ്മുടെ ഈ ഒരു ദേവാലയത്തോട് ചുറ്റുപറ്റത്തും പാർക്ക് ചെയ്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ധാരാളം തീർത്ഥാടനങ്ങൾ കഴിഞ്ഞ 1 വർഷക്കാലം നടന്നു. കുട്ടികളുടേത്, യുവജനങ്ങളുടേത്, അമ്മമാരുടേത്, ദിവ്യകാരുണ്യ പ്രേക്ഷിതരുടേത്. അത് വാഹന തീർത്ഥാടനങ്ങളായിട്ട് നടന്നിട്ടുണ്ട്, പദയാത്രകളായിട്ട് നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മെയ് 2-ാം തീയതി തൃശ്ശൂരിൽ നിന്ന് 10 വൈദികർ ഒല്ലൂരിൽ നിന്ന് നടന്നിവിടെ വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് 4 വൈദികർ സൈക്കിളിന് ഇങ്ങോട്ട് തീർത്ഥാടനമായി വരികയുണ്ടായി. പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച ഇവിടെ എത്തിച്ചേരുന്ന രീതിയിൽ. അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു. വന്നവർ വീണ്ടും വീണ്ടും വരുന്നു. അവരെല്ലാം പങ്കുവയ്ക്കുന്ന വലിയൊരു അനുഭവം എന്ന് പറയുക, അവരുടെ ഒരു ഇരുളടഞ്ഞ ജീവിതത്തിൻ്റെതായ ചില മേഖലകളിലൊക്കെ വലിയൊരു പ്രകാശം സ്വന്തമാക്കിയിട്ടാണ് അവർ പോവുക. ഉള്ള പ്രകാശം കൂടുതൽ ദീപ്തമാക്കിയിട്ടാണ് അവർ പോവുക. വചനമൊക്കെ പറയുന്നത് അതുപോലെ അനവർത്ഥമാകുന്നു. അവിടുത്തെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. ഈ തീർത്ഥാടനാലയം ഒരുപക്ഷെ സൗകര്യങ്ങൾ കൊണ്ടൊക്കെ നോക്കുമ്പോൾ തീരെ പരിമിതമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും. പക്ഷേ ഇവിടെ വരുന്ന ഒരു മനുഷ്യനും ഒരു പരാതിയുമില്ല. എല്ലാവരും വന്ന് പോകുന്നു, ആർക്കും ഒരു പരാതിയുമില്ലാതെ. ഒരു ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ആരുടെയും കാലിലോ കയ്യിലോ ഒരു മുള്ളു പോലും തറയ്ക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടത്തിൻ്റെ അങ്ങനത്തെ ഒന്നുമില്ലാതെ ദൈവപരിപാലനയുടെ വലിയ നിമിഷങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ. ഇതൊന്നും നമ്മുടെ കൈകളിലല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന ഒരുപാട് വേളകൾ, ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. അനുദിനം ഇവിടെ വിവിധങ്ങളായ സാക്ഷ്യങ്ങൾ എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുന്നതുകൊണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ട് എത്തുന്നവർ എഴുതിയിടുന്നതുകൊണ്ട് പങ്കുവയ്ക്കപ്പെടുന്നതൊക്കെ ഉണ്ട്. ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത വലിയ അടയാളങ്ങൾ. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്ന ഒരു കത്ത്,
അതിൽ സൂചിപ്പിക്കുക, ഡോക്ടർ ഓപ്പറേഷൻ ഇല്ലാതെ ഇനി വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു സഹോദരി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. പിന്നീട് ചെക്കപ്പ് ചെയ്തപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന ഡോക്ടർ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള സൗഖ്യം പ്രാപിച്ചതിൻ്റെ അനുഭവങ്ങൾ. ധാരാളം കുഞ്ഞുങ്ങളില്ലാതെ വന്ന് പ്രാർത്ഥിച്ച് ദമ്പതികളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കരുണ ചൊരിഞ്ഞ് അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചതിൻ്റെ വലിയ അനുഭവ സാക്ഷ്യങ്ങൾ. ഈ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന നിയോഗം എഴുതിയിട്ട് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ജോലി ശരിയായെന്നും പറഞ്ഞ് ഫോൺ വിളി വന്നതിൻ്റെ ഒരുപാട് അനുഭവങ്ങളും കഥകളും. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അവരുടെ പരീക്ഷയുടെയൊക്കെ തലങ്ങളിൽ ഉണ്ടാകുന്ന വലിയ പേടിയും ആദ്യമൊക്കെ മാറ്റി വലിയ വിജയം നൽകി ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിൻ്റെ ഒരുപാട് കഥകൾ. ഇത് ഒരു ഭൗതിക തലവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയാണ് ഇവിടെ ഈ ദിവ്യകാരുണ്യ അത്ഭുതം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം അന്ന് നമ്മൾ എല്ലാവർക്കും ഇവിടെ വന്ന് ഈ അടയാളം കാണുവാൻ വേണ്ടി ക്രമീകരിച്ച കുർബാനയുടെ ആ ഒരു ക്രമീകരണങ്ങൾ ഇതുവരെ നമുക്ക് മാറ്റി ചിന്തിക്കേണ്ടതായിട്ട് വന്നില്ല. നിരന്തരം ഞായറാഴ്ചകളിൽ 7 വിശുദ്ധ ബലികളാണ് അർപ്പിക്കപ്പെടുക. ബാക്കി ഇടദിവസങ്ങളിൽ 5 ബലികൾ, ചില ദിവസങ്ങളിൽ 14 ബലി വരെ ഇവിടെ അർപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്. വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ, പ്രത്യേകിച്ച് ഹിന്ദി, തെലുങ്ക്, അതുപോലെ തന്നെ കൊങ്ങിണി, തമിഴ്, കന്നഡ, മലയാളം, ഇംഗ്ലീഷ്, സ്പാനിഷ് ഭാഷകളിലെല്ലാം ഇവിടെ നിരന്തരം ബലി അർപ്പിക്കപ്പെടുകയാണ്. തമ്പുരാൻ്റെ വലിയൊരു കരുണയും ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയും ഇവിടെ അനുസ്യൂതം നടന്നുകൊണ്ട് പോകുന്നു. ഇവിടെയുള്ള പ്രത്യേകിച്ച് ഇടവകജനം മുഴുവനുമാണെങ്കിൽ അതിനോട് ചേർന്ന് നിന്ന് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ നല്ലൊരു ആതിഥേയനായി ഈ ഇവിടെ വരുന്ന എല്ലാ തീർത്ഥാടകരെയും അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ വലിയ കൃപ അവർ സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിലും അവരും വലിയ താല്പര്യവും ഇഷ്ടവുമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് കഴിഞ്ഞൊരു വർഷക്കാലം ഉണ്ടായിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ ഒരു തീർത്ഥാടനാലയം ഇനി ഒരു 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിമന്യ പിതാവിൻ്റെ വലിയൊരു സ്വപ്നം എന്ന് പറയുക, ഭാരതത്തിലെ ആദ്യത്തെ തിരുസഭ അംഗീകരിച്ച ദിവ്യകാരുണ്യ അത്ഭുതം എന്ന നിലയിൽ ഒരുപക്ഷെ തിരുവോസ്തിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം എന്ന നിലയിൽ ഈ വിളക്കനൂര് ആരാലും അറിയപ്പെടാതിരുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഈ വിളക്കനൂരിനൊരു ദിവ്യകാരുണ്യ സെൻ്ററായിട്ട് രൂപപ്പെടുത്തണമെന്നുള്ളതാണ്. ഇവിടെ വരുന്നവർക്ക് വിശുദ്ധ കുർബാന എന്താണ് എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കുവാൻ തക്ക വിധം വിശുദ്ധ ഗ്രന്ഥത്തിലെ ദിവ്യകാരുണ്യത്തിൻ്റെ വിശുദ്ധ കുർബാനയുടെ പ്രമേയങ്ങളെയൊക്കെ നമുക്ക് ദൃശ്യവൽക്കരിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ ഒരു സെൻ്ററിനെ മാറ്റുവാൻ, അതിൻ്റെ ഭാഗമായിട്ട് ഈശോയ്ക്ക് ഏറ്റവും ആരാധന സമർപ്പിക്കുവാനായിട്ട് അനുയോജ്യമായ ഒരിടം, ഒരു നല്ലൊരു ദേവാലയം പണിയുവാനായിട്ട്, അതോടൊപ്പം തന്നെ ഇവിടെ വരുന്നവർക്ക് താമസിച്ച് പ്രാർത്ഥിക്കുവാൻ സൗകര്യമായിട്ടുള്ള അവരുടെ ഒരു റെസ്റ്റിന് വേണ്ടിയുള്ള ഇടങ്ങൾ തയ്യാറാക്കുന്ന രീതിയിലേക്ക്, അതുപോലെ തന്നെ ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെയൊക്കെ ഒരു മിനിയേച്ചർ അതിൻ്റേതായിട്ടുള്ള ഒരു തലവും, അതുപോലെ തന്നെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ആദ്യ നാളുകൾ മുതലുള്ള ഓരോ കാര്യങ്ങളും അനാവരണം ചെയ്യപ്പെടുന്ന മറ്റുള്ളവർക്ക് ഇവിടെ വന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന തലങ്ങളിലുള്ള വീഡിയോകളും അതിൻ്റെ പ്രദർശനങ്ങളും ഒക്കെ ക്രമപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു തലമാണല്ലോ വചനമേശ എന്ന് പറയുക. ഇവിടെ വന്ന് വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുവാൻ ഒരു ചെറിയൊരു ഗ്രൂപ്പിനെ ഇവിടെ വന്ന് താമസിച്ച് ഒരു കാലഘട്ടം, ഒരു സമയം ക്രമീകരണം ഏറ്റെടുത്ത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് വായിച്ച് പൂർത്തിയാക്കി പോകാൻ കഴിയുന്ന ഒരു വചന പഠനത്തിൻ്റെ ഒരു കേന്ദ്രവും ഇതിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാനയുടെ ഒരു തലത്തിൽ ചെയ്യുവാനായിട്ട് പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം, അത് ജീവകാരുണ്യത്തിലേക്ക് എത്തി നിൽക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വീടുകളിൽ ഒരുപക്ഷെ പ്രായം കൊണ്ടുമൊക്കെ ആരോരും നോക്കുവാനില്ലാത്തവർക്കായിട്ട് വരും കാലങ്ങളിൽ അവർക്കിവിടെ വന്ന് അവരുടെ രോഗാവസ്ഥയിൽ ആരോരും നോക്കാനില്ലാത്ത സമയങ്ങളിൽ അവർക്കിവിടെ വന്ന് താമസിക്കുവാൻ സഹായമെന്ന രീതിയിൽ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയൊരു പ്രായോഗിക തലമെന്ന നിലയിൽ പാലിയേറ്റീവ് കെയറിൻ്റെ വിവിധങ്ങളായ യൂണിറ്റുകളും ഇതിനോട് ചേർന്ന് നടത്തുവാനൊക്കെ ആയിട്ടുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. ഇതൊരു അത്താഴമേശയിൽ ഈശോമിശിഹ സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ ഭാഗമായിട്ട് ഈശോയോടൊപ്പം ഒരു അത്താഴം എന്ന ഒരു പുതിയൊരു കൺസെപ്റ്റ് ഇവിടങ്ങളിലുള്ളവർക്ക് അവരുടേതായ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഘോഷങ്ങളുടെ, അവരുടെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ ഇവിടെ വന്ന് ഈശോയോട് കൂടിയായിരുന്ന് പ്രാർത്ഥിച്ച് കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ ചേർന്ന് ഒരു അത്താഴം കഴിച്ചു പോകാവുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയ ഒരു സോഷ്യൽ മിംഗ്ലിങ്ങിൻ്റെ ഒരു തലം കൂടെ ഇതിനോട് ചേർന്ന് ചെയ്യുവാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ദിവ്യകാരുണ്യ മൗണ്ടായിട്ട് വിളക്കനൂർ ക്രമീകരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ കുർബാനകൾ ഇപ്പോൾ നിരന്തരമായിട്ട് അർപ്പിക്കാറുണ്ടെന്നൊക്കെ. സാധാരണ രീതിയിൽ നമ്മുടെ ദേവാലയത്തിന് അനുദിന ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതറിയുമ്പോൾ കുറേ പേർക്ക് വരുവാനോ അതനുസരിച്ച് ക്രമീകരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. നമ്മളിവിടെ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യാൻ ദൈവകൃപയാൽ 3 വൈദികരുണ്ട്.
ഇവിടെ വരുന്ന എല്ലാവർക്കും സമയവ്യത്യാസമില്ലാതെ കുമ്പസാരിക്കുവാനുള്ള വലിയൊരു സൗകര്യം എപ്പോഴും ഏത് സമയത്ത് വന്നാലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാനയുടെ ക്രമീകരണം, കുമ്പസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏവർക്കും എപ്പോൾ വന്നാലും കുമ്പസാരിക്കുവാനായിട്ടുള്ള ഒരു സൗകര്യം, അതൊരു ഈ സെൻറ്ററിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് എപ്പോൾ വന്നാലും കുമ്പസാരിക്കാം. അതുപോലെ തന്നെ രാവിലെ 6:30 വിശുദ്ധ കുർബാന ആരംഭിക്കുന്നു. ഞായറാഴ്ചകൾ നമുക്ക് 7:30 ഒരുപക്ഷെ ഈ അടുത്തുള്ള പള്ളികളിൽ ഏറ്റവും അവസാനത്തെ കുർബാന ഒരുപക്ഷെ ഇവിടെയാവും. അത് ഒരുപാട് പേര് വലിയൊരു അനുഭവമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ജോലി തിരക്കുകൊണ്ടോ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും അവർക്ക് ഞായറാഴ്ചയിൽ വിശുദ്ധ ബലിയർപ്പണം മുടങ്ങാതിരിക്കുവാനായിട്ട് ഇത് മൂലം സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ട വലിയൊരു പ്രത്യേകത എന്ന് പറയുക, നമുക്ക് ഓരോ കുർബാനയുടെ സമയമാകുമ്പോഴേക്കും വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ ഈ ആലയത്തിലേക്ക് പതുക്കെ ഓടിച്ചേരുന്നു. കുർബാന കഴിഞ്ഞ പാടെ എല്ലാവരും പതുക്കെ ഡിസ്പേഴ്സ് ആവുന്നു. വീണ്ടും അടുത്ത കുർബാനയുടെ സമയമാവുന്നതിനും ഒരുപക്ഷെ അതിന് തൊട്ട് മുമ്പ് വരെ ദേവാലയം അതിൻ്റെ പരിസരമൊക്കെ ഒട്ടും ആളുകൾ കാണില്ല. പക്ഷേ കുർബാനയ്ക്ക് ഒരു 10 മിനിറ്റ് മുമ്പ് എല്ലാവരും എല്ലാ വഴികളിലും വിളക്കന്നൂർ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ പക്കലേക്ക് എന്ന രീതിയിൽ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന അനുഭവം, ഡിസ്പേഴ്സ് ചെയ്യുന്നു, ഒരുമിച്ച് ചെയ്യുന്നു. ആ ഒരു അനുഭവം പ്രത്യേകമായിട്ട് നമുക്കിവിടെ കാണുന്ന ഓരോ ദിവസം കാണുവാനായിട്ട് കഴിയുന്ന മനോഹരമായൊരു ദൃശ്യമാണ് ഞാനിവിടെ ആയതിൽപ്പെട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് എല്ലാ 2ാം ശനിയാഴ്ചകളിലും നമുക്കിവിടെ ദിവ്യകാരുണ്യ കൺവെൻഷൻ നടത്തപ്പെടാറുണ്ട്. അതും സഭയിൽ അനുഗ്രഹീതരായിട്ടുള്ള വചനപ്രഘോഷകർ വന്ന് ഈ ദിവ്യകാരുണ്യ കൺവെൻഷൻ നടത്തപ്പെടുന്നു. അന്ന് ഇവിടെ വരുന്ന എല്ലാവർക്കും തന്നെ നേർച്ച ഭക്ഷണവും നമ്മൾ ഇവിടെ നിന്ന് വിതരണം ചെയ്യാറുണ്ട്. വെള്ളിയാഴ്ചകളിൽ നമുക്ക് അഖണ്ഡ ആരാധനയും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്ന പ്രത്യേകിച്ച് എല്ലാ മാസവും വിശുദ്ധ കുർബാനയുടെ ഏറ്റവും ആഘോഷപൂർവമായ അർപ്പണം റാസ കുർബാന എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട്. ഈ ഒരു ക്രമീകരണങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ആരംഭ ദിശയിൽ എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. വെള്ളിയാഴ്ചകളിൽ നമുക്ക് തിരുമുഖ നൊവേന, പ്രത്യേകിച്ച് ഇവിടെ ഈശോയുടെ മുഖം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒരു വലിയൊരു പശ്ചാത്തലത്തിൽ തിരുമുഖ നൊവേന അത് സഭയിൽ ഇപ്പോൾ പ്രത്യേകമായിട്ട് എല്ലാവരാലും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണല്ലോ. അതിൻ്റെ അർപ്പണവുമുണ്ട്. അന്ന് വിളക്കന്നൂർ പള്ളിയിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്ന സമയത്ത് പള്ളിയുടെ കപ്പ്യാരായിട്ട് സേവനമനുഷ്ഠിച്ച വിൽസൺ ചേട്ടനോടൊപ്പമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. വിൽസൺ ചേട്ടാ, ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. വിൽസൺ ചേട്ടൻ അന്ന് നമ്മുടെ തോമസ് പതിക്കലച്ചൻ ആ ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്ന സമയത്ത് അതിനുശേഷം അത് ഏറ്റവും അടുത്ത് കണ്ടത് വിൽസൺ ചേട്ടനായിരുന്നല്ലോ. അതെ. അന്നുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ഒന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാവോ? അന്ന് വിശുദ്ധ കുർബാന മധ്യയാണ് ഈശോയുടെ തിരുമുഖം പ്രത്യക്ഷപ്പെടുന്നത്. വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് അച്ഛനിങ്ങനെ ആ തുടക്കം മുതലേ അച്ഛനൊരു ക്ഷീണമുണ്ടായിരുന്നു. ആ ക്ഷീണം വെച്ച് അച്ഛനിങ്ങനെ വിശുദ്ധ കുർബാന ചൊല്ലി കാര്യങ്ങൾ വിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പോയി അച്ഛനത് ക്ഷീണമാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന പകുതിക്കാലം കഴിഞ്ഞു, പ്രധാന ഭാഗം കഴിഞ്ഞ് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്നുള്ള ആ ഭാഗം എത്തുമ്പോഴാണ് അച്ഛന് പെട്ടെന്നൊരു ക്ഷീണവും കണ്ണിനൊരു കാഴ്ചമങ്ങൽ പോലെയും ഒരു വിറയും ഒരു വേർപ്പൊക്കെ കാണുന്നത്. അന്നേരം അച്ഛൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് അച്ഛൻ എന്നോട് ചോദിക്കുന്നു, ഇതെന്നാന്ന് ചോദിക്കുന്നു കൈ കൊണ്ട് കൊണ്ടി. അച്ഛൻ അങ്ങനെ മിണ്ടാൻ പറ്റുന്നില്ല. ഞാൻ അച്ഛനോട് പറയുന്നു, അച്ഛൻ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പം വളരെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഈശോയുടെ തിരുമുഖമാണ് കാണാൻ സാധിച്ചത്. ഞാനെന്ന് പറഞ്ഞ അച്ഛാ ഈശോയുടെ തിരുമുഖമാണ് ഇതിനകത്ത് കാണുന്നത് എന്ന് പറഞ്ഞു. എന്നാലും അച്ഛനോട് ചോദിച്ചു, ഈശോയുടെ തിരുമുഖമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈശോയുടെ തിരുമുഖമെന്ന് പറഞ്ഞു. കുറച്ച് നേരം അച്ഛൻ ഇങ്ങനെ നിന്നിട്ട് എന്ന് പറഞ്ഞു, മാറി അങ്ങോട്ട് എന്ന് പറയാൻ പറഞ്ഞു. നേരത്തെ അച്ഛൻ ഒന്ന് അസ്വസ്ഥതയായി. അച്ഛൻ എന്നതിന് കണ്ണൊക്കെ തിരുമുഖം എന്നോട് പറഞ്ഞു, വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ വെള്ളം കൊണ്ട് കൊടുത്തു. വെള്ളം കൊടുത്തു കഴിഞ്ഞ് അച്ഛൻ വിശുദ്ധ കുർബാന ആ തിരുവോസ്തി അവിടെ വെച്ചിട്ട് ചെറിയ സക്രാരി തുറന്ന് ചെറിയൊരു തിരുവോസ്തി എടുത്ത് വിശുദ്ധ കുർബാനയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം പൂർത്തിയാക്കി. അന്നേരം ഈ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം വളരെ ഇതായിട്ടേ കാണുന്നുള്ളൂ, സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അച്ഛൻ എന്നിട്ട് വിശുദ്ധ കുർബാനയുടെ എടുത്ത് ചെറിയൊരു തിരുവോസ്തി എടുത്ത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വിശുദ്ധ കുർബാനയുടെ ഭാഗങ്ങളെല്ലാം പൂർത്തിയാക്കി. കുർബാന സ്വീകരണത്തിന് ശേഷം അച്ഛൻ എന്നോട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ പള്ളിയിൽ വന്ന മദറിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. ചോദിച്ചാൽ എന്നാൽ നമുക്ക് ഇവരെ ഇടവക്കാരൊക്കെ ഈ ഇത്രയും പേരെ കാണിക്കാമല്ലേ വച്ചെന്ന്. ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പള്ളിക്കകത്ത് ഏകദേശം ഒരു 65 പേരോളം വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം കാണിച്ചു. അതിനുശേഷം വിശുദ്ധ കുർബാന സക്രാരി വെച്ച് പൂട്ടി.
അന്നേരം ഈശോയുടെ തിരുമുഖം കറക്റ്റായിട്ട് തെളിയുന്നില്ലായിരുന്നു. ഈശോ അത് കഴിഞ്ഞ് സക്രാരി വെച്ച് ഒരു 8:30 അച്ഛനും ഞാനും രണ്ട് കൈക്കാരന്മാർ വന്നു. അവരെയും കൂട്ടി സക്രാരി തുറന്നു നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രക്ഷോഭമായിട്ട് വരുന്നുണ്ട്. വീണ്ടും അച്ഛൻ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ നോക്കാം എന്ന് പറഞ്ഞു. ഒരു 9:30 ആയപ്പോഴത്തേനും വീണ്ടും അച്ഛനും ഞങ്ങളും കൂടെ പോയി സക്രാരി തുറന്ന് നോക്കുമ്പോഴത്തേനും നമ്മളിപ്പോൾ എങ്ങനെ കാണുന്നു അതേ രൂപത്തിൽ ഈശോയുടെ തിരുമുഖം തെളിയുന്നു. അതാണ് അന്ന് സംഭവിച്ചത്. പിന്നെ അതിനെ തുടർന്ന് ജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ 2-3 ദിവസത്തോളം വളരെ രാത്രി 1 മണി 1:30-2 മണി വരെയൊക്കെ ഈശോയുടെ തിരുമുഖം കണ്ട് ദർശിച്ചു. അതിനിടയ്ക്ക് പല ജാതി മത ഭേദമന്യേ എല്ലാവരും അയ്യപ്പന്മാർ അന്ന് ശബരിമല സീസണായതുകൊണ്ട് ഒരുപാട് അയ്യപ്പന്മാർ വന്നു ഈശോയുടെ മുഖം കണ്ടുപോയ അനുഭവം ഉണ്ടായി. അതിനുശേഷം ചേട്ടൻ എന്തെങ്കിലും വിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ പേഴ്സണലായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ചെറുപ്പത്തിൽ ഈശോയുടെ തിരുമുഖം കാണുമ്പോൾ തിരുവോസിൽ ഈശോ ഉണ്ട് എന്നുള്ളൊരു ചെറുപ്പത്തിൽ നമ്മളെ മതബോധനത്തിൽ പഠിപ്പിച്ച ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് തിരുമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഈശോയാണല്ലോ എന്നുള്ള ഒരു ജീവനോടെയുള്ള ഒരു ഈശോയുടെ തിരുമുഖമാണല്ലോ നമ്മളുള്ളിൽ കുളിക്കുന്നത് എന്നുള്ള ഒരു ബോധം, അതോടൊരു വിശ്വാസം വർദ്ധിച്ചു. പിന്നെ എനിക്ക് നിരവധി അനുഭവങ്ങൾ കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൊച്ചിൻ്റെ B2 പരീക്ഷ ജർമ്മൻ പഠിച്ചുകൊണ്ടെങ്കിൽ B2 പരീക്ഷയെ പാസ്സാകുന്നില്ലായിരുന്നു വെച്ച് ഞാനന്ന് ഈശോയുടെ മുമ്പ് ഈ തിരുമുഖത്തിന് മുമ്പിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഈശോയെ അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് തിരുമുഖം കാണിച്ചതെന്നാണെങ്കിൽ എൻ്റെ കൊച്ചിനെ ഈ പരീക്ഷയിൽ പാസ്സാക്കണമെന്ന് പറഞ്ഞു. കൊച്ചു പരീക്ഷ എഴുതി പാസ്സായി. പിന്നെ എൻ്റെ ഭാര്യയുടെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ തന്നെ പോയി പറഞ്ഞു. അന്നും അത്ഭുതകരമായിട്ട് എൻ്റെ ഭാര്യനെ രക്ഷിച്ചു. പെട്ടെന്നുള്ള ഓപ്പറേഷൻ ഞങ്ങളൊരു കല്ലിൻ്റെ ടെസ്റ്റിന് വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പം MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. MRI സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു അവിടുന്ന് തന്നെ സ്കാനിങ് സെൻറ്ററിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞു ഓപ്പറേഷന് റെഡി ആയിക്കോ, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. കാരണം മൂത്രസഞ്ചിയിലേക്കുള്ള ട്യൂബ് പഴുത്തിട്ട് 1.5 ഇഞ്ച് കിഡ്നിയിലേക്ക് മുട്ടാനുള്ളൂ. വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. അന്നേരം ഞാനിവിടെ ഈശോയുടെ മുമ്പ് വന്നു പറഞ്ഞു. അങ്ങനെ ഈശോ അങ്ങനെ ഒരു അത്ഭുതങ്ങളും എൻ്റെ ജീവിതത്തിൽ തുറന്നു വന്നിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ വിളക്കന്നൂർ ഇടവകയിലെ റെജി എന്ന് പറയുന്ന സഹോദരിയോടൊപ്പമാണ് നമ്മളായിരിക്കുന്നത്. റെജി ചേച്ചി ശംശയായിരിക്കട്ടെ. അന്ന് പള്ളിയിലെ നവംബർ മാസം 15-ാം തീയതി 2013 ഈ അത്ഭുതം നടക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന മധ്യേ ചേച്ചി അതിന് സാക്ഷ്യം വഹിച്ചാണ്. അന്നുണ്ടായ അനുഭവങ്ങളൊക്കെ ഒന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാവോ? അന്ന് പിന്നെ പതിവ് പോലെ കുർബാനയ്ക്ക് രാവിലെ 6:30 കുർബാനയ്ക്ക് പോയി. അന്നേരം പതിക്കലച്ഛനായിരുന്നു വികാരി അച്ഛനായിരുന്നു കുർബാന ചൊല്ലിയത്. പിന്നെ കുർബാന മധ്യേ അച്ഛൻ എന്തോ ഒരു വല്ലാത്തൊരു റൂഹാഷ പ്രാർത്ഥനയില്ലേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി പറഞ്ഞ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്തോ പിന്നെ കപ്പ്യാരെ വിളിക്കുകയും പിന്നെ ഇതെന്താന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നത് ഞങ്ങളിങ്ങനെ കണ്ടു. അന്നേരം പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിന്നു. അന്നേരം കപ്പ്യാർ ഓടി വന്ന് സിസ്റ്റർമാരുടെ അടുത്ത് വന്ന് പറഞ്ഞു പിന്നെ ഈശോയെ തിരുവോസ്തി കണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അന്നേരം പിന്നെ ഞങ്ങൾ സിസ്റ്ററിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നിന്നേ. എന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ നോക്കി നിന്ന് അച്ഛനും എന്തോ സ്റ്റക്കായിപ്പോയി കുർബാനയിൽ. അച്ഛൻ അതിൻ്റെ ഇടയ്ക്കൊന്നും പറയുന്നില്ല. അച്ഛൻ എന്തോ ഒരു ഭയങ്കര വിഷമോ എന്തോ ഒരു ഇതുപോലെ തോന്നി. അത് കഴിഞ്ഞപ്പോൾ അച്ഛന് കപ്പ്യാർ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയും എന്തൊക്കെയോ ഇതായിരുന്നു. അന്നേരം ഞങ്ങൾ ഓർത്ത് അച്ഛൻ എന്തോ വിഷമം വന്നതാ, അച്ഛൻ എന്തോ സുഖമില്ലായികയാന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പം പിന്നെ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളെല്ലാവരെയും വിളിച്ചിട്ട് ഈശോയെ കാണിച്ചു തന്നു. വിശുദ്ധ കുർബാനയിലുള്ള ഈശോയെ കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾക്കെല്ലാം അങ്ങനെ എല്ലാവരും കണ്ട് പിന്നെ ഒത്തിരി അങ്ങോട്ട് വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. ഈശോയെ തിരുവോസ്തിയിലുണ്ടെന്നറിയാം, എന്നാലും ഈശോയെ കണ്ടപ്പോഴുള്ള അനുഭവം ഒരു പ്രത്യേക അനുഭവമായിരുന്നു അത്. പരിശുദ്ധ കുർബാനയിൽ ആ ഒരു അതിന് സാക്ഷ്യം വഹിച്ചു. അതിനുശേഷമൊക്കെ ചേച്ചിയുടെ വിശ്വാസത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലൊക്കെ വിശ്വാസം പിന്നെ ഒത്തിരി വർദ്ധിച്ചു. ആ ഈശോയുടെ സ്നേഹം എല്ലാവരും അനുഭവിക്കാൻ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പിള്ളേരെ പറഞ്ഞു വിടാനും പിന്നെ എല്ലാവരോടും ഞാൻ പറയും ഈശോ നമ്മുടെ ദേവാലയത്തിൽ ഇത്രയും വലിയ അത്ഭുതം നടക്കാൻ നമ്മൾ അതിന് സാക്ഷിയാകാനും അവസരം കിട്ടിയതാണല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറയും. എല്ലാ ദിവസവും അത് പിന്നെ കുർബാന ഒറ്റ ദിവസം പോലും മുടക്കാറില്ല. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. വിശുദ്ധ കുർബാനയിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു മാനസാന്തരത്തിനുള്ള ആഹ്വാനവുമാണ്. ഒപ്പം വിശ്വാസത്തിലെ വർധനവിന് വേണ്ടിയിട്ടാണ്. ഈ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വരം ലഭിക്കണം. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ പറയുന്നു,
വരം ലഭിച്ചാലല്ലാതെ ആർക്കും ഇത് ഗ്രഹിക്കാൻ പറ്റില്ല. നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ വരം ലഭിക്കണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.